ഹലോ ഗൈസ്, ഞങ്ങൾ ഈ പാലത്തിന് ഈ അരികും ചെറുന്ന് ഈ നടന്നു പോകുന്നത് നാഗമണ സ്റ്റാൻഡിലേക്ക്. ഞാൻ മാത്രമല്ല, കൂട്ടത്തോടെയുള്ള ഒരു പോക്കാണിത്. അതും ഒരു ചെറിയൊരു പ്രിന്റ് എടുക്കാൻ വേണ്ടിയുള്ള പോക്കാണ് ഇത്. നമ്മൾ എങ്ങോട്ടായി പോണേ? നമ്മള് പ്രിന്റ് എടുക്കാൻ പോകും. എന്തിന്? നമുക്ക് നാളെ റെക്കോർഡ് വെക്കണ്ടേ? അതെ ഗൈസ്, നാളെ റെക്കോർഡ് വെക്കണം, അതും പാർട്ടി മേക്കിങ്ങിന്റെ. അതിന് നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം അതിന്റെ ഫോട്ടോ പ്രിന്റ് ചെയ്ത് എടുക്കാനുള്ള പോക്കാണ് ഈ പോക്ക്. റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടത് നാളെയാണെങ്കിലും അതിന്റെ ചൂട് വരുന്നത് അതിന്റെ തലേദിവസമായിരിക്കും. അതങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ പ്രിന്റുകൾ വന്ന് പ്രിന്റ് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്ത് കാശും കൊടുത്ത് ഞങ്ങൾ നാല് നാല് ദിക്കിലേക്ക് ഞങ്ങൾ പോയി. ഇനി അടുത്ത അംഗം വിട്ട് നമ്മുടെ വീട്ടിൽ വന്ന പാടെ കുത്തിരുന്നുള്ള എഴുത്താണ്. എഴുതി എഴുതി കയ്യും മടുത്തു. കംപ്ലീറ്റ് ചെയ്തിട്ടേ കിടക്കത്തുള്ളൂ എന്നുള്ള വാശി കൊണ്ട് 2:30 വരെ ഇരുന്ന് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ രാവിലെ ഞാൻ ഒരുങ്ങിയും കെട്ടി എന്നെ റെക്കോർഡും കെട്ടിപ്പിടിച്ചുള്ള നിപ്പാണ്. നമുക്കിനി ക്ലാസ്സിലേക്ക് പോവാം. ക്ലാസ്സിലുള്ള എല്ലാവരും ഉറക്കമില്ലാതെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്ത് വന്നിരിക്കുന്നവരാ. അങ്ങനെ ഞാൻ അവസാനം എൻ്റെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് മിസ്സിന്റെ സൈനും കിട്ടി. അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എൻ്റെ റെക്കോർഡ്. എനിക്ക് മാത്രമല്ല കേട്ടോ സൈൻ കിട്ടിയത്, ക്ലാസ്സിലുള്ള എല്ലാവർക്കും സൈൻ കിട്ടി. എല്ലാവരും ആ സന്തോഷത്തിലാട്ടോ ഇരിക്കുന്നത്. വിസ്മയുടെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വിസ്മയ്ക്ക് സൈൻ ചെയ്ത് കിട്ടി. ഷാലുവിന്റെ സൈൻ ചെയ്ത് കാണിക്കുന്നുണ്ട്, കൃഷ്ണേന്ദുവിനെ സൈൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവർക്ക് മാത്രമല്ല കേട്ടോ, ക്ലാസ്സിലുള്ള എല്ലാവർക്കും സൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. റെക്കോർഡ് സബ്മിറ്റ് ചെയ്ത പാടെ അവൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വീട്ടിലേക്കാണ്, അതും കിടന്നുറങ്ങാൻ വേണ്ടി. പയ്യെ ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി. റെക്കോർഡ് സബ്മിറ്റ് ചെയ്തെന്നുള്ള സന്തോഷത്തിൽ നമുക്കിന്ന് കിടന്നുറങ്ങാം. നാളെ അവധിയാണല്ലോ, അതുകൊണ്ട് നമുക്കിത് സുഖമായി കിടന്നുറങ്ങാം. അപ്പൊ നമുക്ക് നാളെ കാണാവേ. ഓക്കെ, ബൈ.